welcome back to my YouTube channel. Okay, നമ്മൾ കഥയൊക്കെ അടച്ചു ബിക്കോസ് ഞാൻ ഒരു ഹാക്ക് കൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് ന്യൂസ് പേപ്പർ, ഇതാണ് നമ്മുടെ ഹാക്കിന് വേണ്ട മെയിൻ സംഭവം. നമുക്കിത് നനച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മുടെ ഈ മിററിലൊക്കെ സെൽഫി എടുക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഫാഷൻ ആണല്ലോ. സോ നമുക്ക് മിററൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ ബെറ്റർ നമുക്കിതിൻ്റെ വൈപ്പർ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് അങ്ങനെ ചെയ്യാം. ബട്ട് നമുക്ക് വൈപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തുണി വെച്ച് ചെയ്യുമ്പോൾ തുണിയുടെ ആ ഒരു സംഭവങ്ങൾ മിററിൽ പറ്റിപ്പിടിച്ചിരിക്കും. സോ അതൊരു ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ഇതിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഒരു കൈൻഡ് ഓഫ് പൊടിയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തന്നെ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളുണ്ടല്ലോ, എന്താ പേരെന്ന് എനിക്കറിയില്ല, ഈർപ്പം. ഈർപ്പം ആണോ എനിക്കറിയില്ല. എനിവേ, ആ സാധനം ഒന്നും പറ്റിയിരിക്കില്ല, ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മിറർ സെൽഫി 5-6 എണ്ണം വെച്ച് കാച്ചാം. ബിക്കോസ് ഞാനൊരു മിറർ സെൽഫി ഗേളാണ്. സോ ഐ തോട്ട് നിങ്ങൾക്കുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന്. കണ്ടില്ലേ മിറർ ഇപ്പം എത്രത്തോളം ഭംഗിയാണെന്ന്? കണ്ടില്ലേ അതിൻ്റെ എല്ലാ പോർഷനും നിങ്ങൾ നോക്കിക്കേ. കണ്ണാടി കണ്ടില്ലേ, ഭയങ്കര ക്ലിയർ അല്ലേ? ഞാനിതാ പറഞ്ഞത്, എൻ്റെ ട്രിക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അങ്ങനെ നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കുളിക്കണം. അതിനു മുന്നേ ഞാനിവിടെ കുറേ ക്ലീനൊക്കെ ചെയ്തിരുന്നു, അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കുളിക്കുന്നതിന് മുന്നേ തേക്കുന്ന ഒരു ഓയിലാണിത്. ഇത് നമ്മുടെ റോസ്മേരി പ്ലസ് നമ്മുടെ നോർമൽ ഓയിൽ ചൂടാക്കിയതാണ്. ഞാൻ കൂടുതലൊന്നും യൂസ് ചെയ്യാറില്ല ആക്ച്വലി മുഖത്ത്. കാര്യം താല്പര്യമില്ല. ഇതിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആക്നെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് നിയാസിനമൈഡിൻ്റെ ഒരു 10% ഫേസ് സിറമാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിതിൻ്റെ സംഭവം കാണിച്ചു തരാം. എനിവേ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ, മിനിമലിസ്റ്റിൻ്റെ ആണിത്. മിനിമലിസ്റ്റിൻ്റെ തന്നെ ഫേസ് വാഷാണ്, സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി കുഴപ്പമില്ല. മറ്റേ ഞാൻ ഡെർമാക്കോൻ്റെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തത്. എല്ലാവർക്കും അറിയാം, ഒരു വർഷമായിട്ട് ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് മാറി. അത് നല്ലത് തന്നെയാണ്, ബട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി. എല്ലാ സ്കിൻ ടൈപ്പിനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ബട്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഞാൻ വിറ്റാമിൻ സിയുടെ സിറമാണ് വാങ്ങിച്ചത്, നിങ്ങൾക്കറിയാം. സോ ഈ വിറ്റാമിൻ സിയുടെ സിറം പെട്ടെന്നായിരുന്നു എൻ്റെ ആക്നെ കളഞ്ഞത്. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, പിന്നെ വാങ്ങിച്ചല്ലേ തേച്ചല്ലേ പറ്റും. സോ ഐ തോട്ട് ഇത് മാത്രം മാറ്റും, അല്ല ഐ മീൻ ഇത് മാത്രം പറ്റാം. സോ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ ജേർണലിങ് അങ്ങനെ എനിക്ക് പതിവുള്ളൊരു കാര്യമൊന്നുമല്ല. ഐ മീൻ എനിക്ക് അറിയാവുന്ന ഒരു ഫീൽഡൊന്നും അല്ല. പക്ഷേ കുഞ്ഞുനാൾ മുതൽ ഞാനിങ്ങനെ ഡയറി എഴുതുമായിരുന്നു. അതിൻ്റെ ഒരു പെട്ടി സ്റ്റിൽ ഞാൻ പൊതിഞ്ഞ് കെട്ടി നല്ല സീൽ ചെയ്ത് മോളിൽ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനത് പൊട്ടിച്ച് പണ്ടത്തെ എൻ്റെ ഡയറി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ ഇന്നത്തെ ജേർണലിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിടന്നു പറയാം. ഹേ, ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ വീഡിയോ സത്യം പറയാമല്ലോ നമ്മൾ ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തതല്ല. നിങ്ങളെ രാവിലത്തെ കിളികളുടെ കളകളാരവും അതേപോലെ എൻ്റെ യോഗയും അതേപോലെ തന്നെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നിങ്ങളിലേക്കൊന്ന് എത്തിച്ച് നിങ്ങളെയും പോസിറ്റീവ് ആക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എൻ്റെ ബ്രെഡ് എന്നോട് പറഞ്ഞു കിടന്നുറങ്ങ സന. ഇന്നലെ ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ എണ്ണിക്കുന്നത് യോഗ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എണ്ണിക്കാൻ പറ്റിയില്ല. സോ നാളെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇനി നാളെ മോർണിംഗ് ഞാൻ എന്തായാലും എണ്ണിക്കും. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. നാളെ തൊട്ട് നമ്മൾ എന്തായാലും ഡെയിലി യോഗ ചെയ്യും മോർണിംഗ്, ഉറപ്പാണ്. ഞാൻ തന്നെ ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വിശ്വാസമില്ല. എനിവേ നമുക്കിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ നൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സംഭവമാണിത്. ഞാൻ മറന്നുപോയി, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാം. മുടി ഭയങ്കരമായിട്ട് ചീത്തയായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പന്നലായി. ഞാൻ ഇപ്പോൾ കണ്ടീഷണറൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തൊരു ക്യാരക്ടറിലേക്ക് എത്തി. ചീകുമ്പോൾ എൻ്റെ മുടിയുടെ സ്ട്രക്ചർ പെട്ടെന്ന് മാറും. അത് ഇങ്ങനത്തെ റോള് ചീപ്പൊക്കെ ഇട്ട് ചെയ്യുമ്പോഴേ
സെൽഫ് ഒബ്സഷന് അധിക സമയം നീണ്ടു നിൽക്കില്ലെന്ന് നിങ്ങൾ കരുതും, പക്ഷെ വെറുതെയാണ്. ഇത് കണ്ടോണ്ടിരുന്നെങ്കിൽ നമ്മുടെ സമയം പോകും. സെൻറ്റർ പാർട്ടീഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്നിട്ടിനി നമുക്കിങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ നടുക്കോപ്പെടുത്ത് നമുക്കിതിനെ ഇങ്ങനെ വെച്ച് ഉടക്ക് കളഞ്ഞിട്ട് നമുക്ക് മേളിൽ കെട്ടി വെക്കാം. ഈ ജാസ്മിൻ്റെ ഓയിലൊക്കെ നിങ്ങൾക്കറിയാമോ? പണ്ട് തൊട്ടേ ഉള്ള ഓയിലാണ്. നമ്മൾ ആക്ച്വലി പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നവർക്കറിയാം. ഭയങ്കര ഓൾഡാണ്. പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ? ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഈ 1 മണി സമയങ്ങളിലാണ് സാധാരണയായിട്ട് എനിക്ക് മേക്കപ്പ് ഇടാനും അതേപോലെ സ്ട്രെയിറ്റൻ ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറ്. കാര്യം ഈ 1 മണിയായി കഴിയുമ്പോഴത്തേന് വീട്ടിൽ അമ്മയും താമരയും ഒക്കെ ഉറങ്ങിക്കഴിയും. നമുക്ക് പിന്നെ യൂഷ്വലി ആ സമയത്ത് ഉറക്കം വരാത്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്നെ വെറുതെ എടുത്ത് കരയിക്കും. അതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഈ പരിപാടികൾ. ചില കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നാളെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റൂ. ഗൈസ് ജസ്റ്റ് കമന്റ് ബിലോ. അയ്യോ ഇതാ നല്ലത് തോന്നല്ലേ? ഞാൻ പറയരുത്, ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഇത് നാളെ മോർണിംഗ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കിടന്നിരിക്കും. വിച്ച് വൺ ഈസ് മോർ സ്യൂട്ട്സ് മീ? നിങ്ങൾ കമന്റ് ബിലോ. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. സോ പ്ലീസ് കമന്റ്. ഇതിലേതാണ് എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് എനിക്ക് പണ്ട് ഭയങ്കര മുടിയായിരുന്നു. ഞാനത് ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തിട്ടാണ് എനിക്ക് ഇത്രയും ഷോൾഡർ വരെ ആയത്. സത്യം. ലെറ്റ് മീ ഷോ യു. നിങ്ങൾ ആദ്യത്തെ എൻ്റെ മുടിയും രണ്ടാമത്തെ എൻ്റെ മുടിയും കൂടെ നോക്കിക്കേ. അല്ലേ നല്ലേ? ഈ സ്ട്രെയിറ്റ്നർ ഒരു കഥ പറയാനുണ്ട്. പണിയെടുത്ത് അധ്വാനിച്ച് വാങ്ങിച്ച സ്ട്രെയിറ്റ്നർ. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനമാണ്, എനിക്ക് കിട്ടുന്ന ഇൻകം ഒരു 3000 രൂപയാണ്. അന്ന് ഞാനിവിടെ എറണാകുളത്ത് അമ്മയുടെ ഒന്നും കൂടെയല്ല, ഒറ്റയ്ക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ റെൻറ്റ് കൊടുക്കാനാണ് അത് ഉപയോഗിച്ചത്. അതിൽ നിന്ന് മിച്ചം വന്ന പൈസയ്ക്കാണ് ഞാൻ ശരിക്കും ഈ സ്ട്രെയിറ്റ്നറൊക്കെ വാങ്ങിച്ചത്. സോ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്കത് വാങ്ങിക്കാൻ പറ്റിയതിൽ. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ പണി. എനിക്ക് വട്ടാണെന്ന് തോന്നും. കാര്യം എൻ്റെ പഴയ ആ മുടിയിൽ തന്നെ ഞാൻ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല. ഒത്തു വരത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരുപാട് ഷോർട്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാൽ ആ സെക്കൻഡ് ചെയ്തോളാം. കാര്യം നാളത്തെ സാഹചര്യം ചിലപ്പോൾ നമ്മളത് ചെയ്യാൻ അനുവദിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ചെയ്യാം. പക്ഷെ എനിക്കിത് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല, മുടി കിടക്കുന്ന കണ്ടിട്ട്. ബട്ട് ചെയ്തേ പറ്റൂ. നമുക്ക് ഇതിനൊക്കെ വെച്ചിട്ട് നമുക്ക് സാരമില്ല, നമുക്ക് എടുക്കാം. ഓക്കെ. ഒത്തിരി ഗേളാക്കണോ അതോ എങ്ങനെയാ എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ പറഞ്ഞു. സാരമില്ല. ചേട്ടാ നമ്മുടെ സോക്സ് എടുത്തു. ഞാൻ ആക്ച്വലി 2 സോക്സ് 2 കളറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒന്നൊരു ക്യൂട്ട് സോക്സ്. ഇത് പക്ഷേ ആങ്കിളിൻ്റെ അവിടെ വരെ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ലെങ്തി സോക്സ്. സോ നമുക്ക് ഇതെടുക്കാം. സോ ഇനി സോക്സ് നമ്മൾ എടുക്കും. ദെൻ നമ്മൾ ഇങ്ങനെയാണാവോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എന്തോ വെക്കും. ഇങ്ങനെ എന്തോ വെച്ചിട്ട് ചീവാ നല്ലത്. ഇതെനിക്ക് ശരിയാവെന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മൾ താമരയുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. പക്ഷെ അവരെല്ലാം കടന്നു. ഇതിപ്പോൾ 1 o'clock ആയി. സോ ആ സമയത്താണ് എൻ്റെ കലാപരിപാടികൾ. ഇങ്ങനെയാണ്. എന്താണ് ഇങ്ങനെ ഒരു കേസ് ഇപ്പം ശരിയാക്കി തരാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. അങ്ങനെ തോന്നുന്നു. യെസ് അന, യു ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഉണ്ടല്ലോ, ഈ ഹെയർ നമുക്ക് ഇങ്ങോട്ടേക്കാക്കാം.
എന്നെപ്പോലെ തന്നെ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അപ്പുറത്തോട്ട് പോകും. സോക്സ് എവിടെ? അയ്യോ സോക്സ് കാണുന്നില്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ക്ഷമയാണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം. ക്ഷമയുണ്ടോ നിങ്ങൾക്ക് കേൾ ചെയ്യാം. ഓക്കെ, ഇവനെ ഒന്ന് പിടിക്കരുത്, നീ വരരുത് കേട്ടോ. എനിക്ക് ഞാൻ ഇങ്ങോട്ട് എടുക്കാം. കിട്ടിയടാ. ഓക്കെ ഓക്കെ. ഓ പഠിച്ചോലി തലയൊക്കെ കിടക്കുന്നു. കണ്ണിങ്ങനെ കോങ്കണ്ണൊക്കെ ആവുന്നു കേട്ടോ, ഇങ്ങനെ സ്കിൻ്റെ വരുന്നു എനിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അത് ഇങ്ങോട്ടാ. ഓ ഇതെന്നാ ഇത്? യെസ് ഗായ്സ്, നമ്മൾ ചെയ്ത് കഴിയാറായിരിക്കുന്നു ഗായ്സ്. ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കമൻ്റ് ഒന്നും ഇടരുത് കേട്ടോ. എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യണം, ജസ്റ്റ് ട്രൈ. ഇത് ഡെയിലി ചെയ്യുന്ന ആൾക്കാർ എന്നെ വിഷമിപ്പിക്കില്ലേ, എനിക്കറിയാൻ പാടുള്ളത്. കാലെവിടെടാ, കാലെടാ. ഓക്കെ. അയ്യോ, ചില്ലറ അസുഖമല്ല എനിക്ക്, എന്ത് വലുതാ. ഓ കിട്ടിപ്പോയി. യെസ് ബ്രോ, നമ്മൾ. പക്ഷെ ഇത് കുറേ നേരം ഇരിക്കുമെന്ന് എനിക്ക് സംശയം. ഞാൻ മിക്കവാറും ഒരു ബണ്ണൊക്കെ ഇട്ട് ചെയ്യും ഇത്. ഓ മൈ ഗോഡ്. ഇവിടെ ഒരു പിൻ കുത്തി വെച്ചാൽ അതെന്ത് പറയുന്നത്? ഇവിടെ പിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമായിരിക്കും അല്ലേ? പക്ഷെ ചെവിയിലൊക്കെ കൊണ്ടുകയറുമോ രാത്രി? ആയിരുന്നു. ഇനി വേറെ അങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ടെസ്റ്റ് നമ്പർ 2. ഇങ്ങനെ പുറകിൽ കുറച്ച് ലൂസായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഉറങ്ങാം. നെക്സ്റ്റ്. ഓഹ് മൈ ഗോഡ്, ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ബട്ട് എനിവേസ് നമുക്കിത് ഇങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു. നമുക്ക് ഉറങ്ങാം ഗൈസ്. ഗുഡ് നൈറ്റ്. ഇന്നലെ നിങ്ങളെ പറ്റിച്ച പോലെ ഇന്നും കൂടെ ഞാൻ പറ്റിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, യോഗ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് എണ്ണിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇനി ട്രാക്കിലേക്ക് വരാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും നമ്മുടെ ഇന്നലത്തെ രാത്രിയിലത്തെ സംഭവം എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തിയാകുമ്പം വെല്ലും സംഭവം നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കാര്യം എൻ്റെ മുടിക്ക് ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാവാം മേ ബി ഇതിങ്ങനെ ആയിപ്പോയത്. ഞാൻ ചെയ്തത് ശരിയല്ലാഞ്ഞിട്ടല്ല. കോമഡി ആയിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ചിലതൊക്കെ അപ്പം തോന്നുമ്പോൾ ചെയ്യണമെന്ന്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ തോന്നുന്നത് ചെയ്തത് ഇങ്ങനെ ഇരിക്കും. എന്തായാലും അങ്ങനെയും നമ്മൾ തളരാൻ പാടില്ല. അടുത്ത് ട്രൈ ചെയ്യണം. കൊള്ളൂല ഗായ്സ്, ഇഷ്ടമായില്ല കേട്ടോ. പേരിൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സിയായി, ഭയങ്കര ബാഡ്. ഇതൊക്കെയാണ് ഞാൻ മീ ടൈം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിലവഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം